കാര്യം, അത് ഞാൻ ഈ എക്സാമിന്റെ ആദ്യത്തെ നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു എക്സാമിൽ കഴിഞ്ഞ തവണ വന്ന വേക്കൻസികൾ നിങ്ങൾ നോക്കണം. ഒരു എക്സാമിന് വന്നിരിക്കുന്ന വേക്കൻസികളുടെ നമ്പർ എന്ന് പറയുന്നത് നോക്കി. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന എക്സാമിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ലാസ്റ്റ് നടന്നിട്ടുള്ളത് 2018 പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്? അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഈ എക്സാമിനെ കുറിച്ച്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനെ കുറിച്ചുള്ള ഒരു എൻറ്റയർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ലഭിക്കാൻ പോകുന്നത്. ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം, ഏത് ഏജ് ലിമിറ്റിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ് തുടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സെഷൻ ആണ്. അതുപോലെ ഈ എക്സാമിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നു എന്നുള്ളത്, അതിന്റെ പ്രൈമറി ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, അതായത് ഈയിടെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ഒരു ലെറ്റർ പോസ്റ്റ് ആണ്. അതായത് റെയിൽവേയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. എന്താ അവിടെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? സബ്ജക്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് clarification regarding the minimum precision qualification for the recruitment the post of assistant loco pilot level 2 ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനേഷന്റെ മിനിമം പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ലെറ്റർ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ ഒരു ലെറ്റർ ഇപ്പോൾ റെയിൽവേന്റെ ഭാഗത്തു നിന്ന് വരാൻ എന്താ കാരണം? നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതിന് മുന്നേ ഓൾറെഡി ഇങ്ങനെ ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് ഈ ഒരു ലെറ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നമുക്ക് ഈ ഒരു എക്സാം എന്തായാലും ഉടനെ, അതായത് നെക്സ്റ്റ് ഇയർ 2024 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നും എക്സാം നടക്കും എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട. കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്, അല്ലെ? സോ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് അത് എത്തിക്കുകയാണ് റെയിൽവേ ഇൻഡയറക്ട്ലി. നിങ്ങൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളത്, അല്ലെ? സോ എനിവേ, ഇതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് പലതും അറിയില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. സോ ഞാൻ ഈ ഒരു അവയർനെസ് നിങ്ങളിലേക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, അത് ഞാൻ ഈ എക്സാമിന്റെ ആദ്യത്തെ നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു എക്സാമിൽ കഴിഞ്ഞ തവണ വന്ന വേക്കൻസികൾ നിങ്ങൾ നോക്കണം. ഒരു എക്സാമിന് വന്നിരിക്കുന്ന വേക്കൻസികളുടെ നമ്പർ എന്ന് പറയുന്നത് നോക്കി. 64,000 വേക്കൻസികളാണ് എന്തിൽ വന്നിട്ടുള്ളത്? വേരിയസ് പോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൽ വന്നിട്ടുള്ളത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര വന്നിട്ടുണ്ട്? 27,795 പോസ്റ്റുകളാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് വേണ്ടി കഴിഞ്ഞ തവണ വേക്കൻസി ആയിട്ട് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കി, 64,000 പോസ്റ്റുകളിലേക്ക് ഒരു പരീക്ഷ നടക്കാന്ന് പറഞ്ഞാല് നമ്മൾ ഏതൊരു എക്സാം കൺസിഡർ, ഇതിൽ കൂടുതൽ ഒരു പോസ്റ്റിലേക്ക് ഒരു എക്സാം ഇനി വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയട്ടോ. ഇതിലും കൂടുതൽ പോസ്റ്റിലേക്ക് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് വരാവുന്ന പോസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. സോ അത്രയധികം വേക്കൻസികൾ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട്. ഇത്തവണയും അതുപോലെ. നിങ്ങൾക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോബ് കൊടുക്കുന്ന ഏറ്റവും വലിയ ഓർഗനൈസേഷനിൽ ഒന്നാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. RRBയുടെ LP എക്സാമിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റുക. അപ്പൊ നമുക്ക് തിരിച്ചു വരാം. അതായത് എന്തായിരുന്നു റെയിൽവേ ഒരു ക്ലാരിഫിക്കേഷന്റെ ബന്ധപ്പെട്ട ഒരു ലെറ്റർ വന്നിട്ടില്ലെന്ന്. അതായത് അവർ ചില കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ആർക്കൊക്കെ ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യാം? അതിനുള്ള ആൻസർ ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മെട്രിക്കുലേഷൻ പാസ്, അതായത് SSLC പാസ്, അല്ലെ? അത് എല്ലാവർക്കും ഉണ്ടാവും വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ITI ഇൻ സ്പെസിഫൈഡ് ട്രേഡ് ഓർ ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഓർ ഡിപ്ലോമ in mechanical, electrical, electronics or automobile engineering in of ITI എന്നാണ്. ഇതില് വേറെ കാര്യം, ഈ ഡിപ്ലോമ ഉള്ളവർക്ക് മാത്രമേ പറ്റുമോ? അതിനും മറുപടി ഉണ്ട്. അതിന് കൃത്യമായിട്ട് റെയിൽവേ തന്നെ അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ ആദ്യം അതിലേക്ക് വരാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി, ITIയിൽ ഏതൊക്കെ ട്രേഡിലുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അത് നോക്കിക്കോളൂ. ഏതൊക്കെയാണ്? ഫിറ്റർ ഉണ്ട്, അതേപോലെ ഇലക്ട്രീഷ്യൻ ഉണ്ട്, അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ഉണ്ട്, അതേപോലെ മില്ലി റൈറ്റ് ഓർ മെയിൻ്റെനൻസ് മെക്കാനിക് ഉണ്ട്, അതേപോലെ മെക്കാനിക്
റേഡിയോ ആൻഡ് ടി വി ഉണ്ട്, അതേപോലെ ഇലക്ട്രോണിക് മെക്കാനിക് ഉണ്ട്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഉണ്ട്, വയർമാൻ ഉണ്ട്, ട്രാക്ടർ മെക്കാനിക് ഉണ്ട്, ദെൻ എന്താണ് ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ ഉണ്ട്, അതേപോലെ തന്നെ മെക്കാനിക് ഡീസൽ ഉണ്ട്, അതേപോലെ തന്നെ ഹീറ്റ് എഞ്ചിൻ ആൻഡ് ടേണർ ഉണ്ട്, അതേപോലെ മെഷീനിസ്റ്റ് ഉണ്ട്, അതേപോലെ റെഫ്രിജറേഷൻ ആൻഡ് എ സി മെക്കാനിക്. ഇതൊക്കെ ITയിൽ ഡിഫറെന്റ് ട്രേഡുകളാട്ടോ. അപ്പൊ അതിലുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യാം. ഇനി അടുത്തൊരു കാര്യമാണ്, നിങ്ങൾ തീർച്ചയായിട്ടും കാത്തിരിക്കുന്ന ആളുകൾ, അതായത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് ഇത് ചെയ്യാൻ പറ്റുമോ? എഞ്ചിനീയേഴ്സിന് ഈ പറഞ്ഞ ട്രേഡിൽ ഒന്നും ഉണ്ടാവില്ല അല്ലേ എന്നാ കേട്ടോളൂ. Combination of various streams of trades of engineering discipline from a recognized institution in ITA will be allowed a degree in, അതാണ് ശ്രദ്ധിക്കണേ, ഈ വേർഡ് ശ്രദ്ധിക്കണേ, a degree in the engineering discipline as above will also be acceptable of diploma or diploma in engineering. അതായത് നിങ്ങൾക്ക് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അതായത് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക്, ഡിപ്ലോമ ഉള്ളവർക്ക്, ITA ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിൽ അപ്ലൈ ചെയ്യാം. ഇനി എഞ്ചിനീയറിംഗിൽ ഏതൊക്കെ സ്ട്രീമിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അത് കേട്ടോളൂ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഈ 4 ബ്രാഞ്ചുകളിൽ അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷനിൽ വരുന്ന ബ്രാഞ്ചുകളിലുള്ള ആളുകൾക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. മറ്റേതെങ്കിലും ബ്രാഞ്ചുകാരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, സിവിലൊന്നും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 4 ബ്രാഞ്ചിലുള്ള ആളുകൾക്കും ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഞാൻ ഈ എക്സാമിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് ഒരു ചാടിക്കറി നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങണമെന്നല്ല. ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാണ്. ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം, നിങ്ങൾക്കറിയാം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ട്രെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെയിൻ നിയന്ത്രിക്കുന്ന ആളാണ് അല്ലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അവിടെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ A1 എന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ അവർ പറഞ്ഞിട്ടുണ്ട്. എന്താ A1? 6x6 വിഷൻ വിത്തൗട്ട് ഗ്ലാസ് ആണ് കേട്ടോ. അതായത് സ്പെക്സ് ഉപയോഗിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ മെഡിക്കൽ ടെസ്റ്റ് പാസ്സാവാൻ കഴിയില്ല. അതുകൊണ്ട് സ്പെക്സ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ വേറെ ചില ആളുകളുണ്ട്, അതായത് സ്പെക്ക് ഉപയോഗിക്കാനുള്ള ആ ഒരു എന്താ പറയാ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, സർജറിയിലൂടെ അത് മാറ്റിയെടുത്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു സർജറി ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ് ഹു ഹാവ് അണ്ടർഗോൺ ലേസിക് സർജറി ഓർ എനി അതർ സർജിക്കൽ പ്രൊസീജിയർ ടു കറക്റ്റ് റിഫ്രാക്ടറി എറർ ആർ നോട്ട് എലിജിബിൾ ഫോർ ദ പോസ്റ്റ് ഹാവിംഗ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1, B1, B2 എന്നുള്ളത്. അതായത് നിങ്ങൾ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും സർജറി നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യട്ടോ. പല ആളുകളും അപ്ലൈ ചെയ്ത് എക്സാം ഒക്കെ എഴുതി ക്ലിയർ ചെയ്ത് ലാസ്റ്റ് മെഡിക്കൽ ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഫെയിൽ ആയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുന്നത്, നിങ്ങളുടെ വിഷനറി അത് കറക്റ്റ് ആണെങ്കിൽ മാത്രം, അത് കൃത്യമാണെങ്കിൽ A1 സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ 6x6 ആയിരിക്കണം, വിത്തൗട്ട് ഗ്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ വേറെ കളർ ബ്ലൈൻഡ്നെസ്സോ അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങളുടെ കാഴ്ചയിൽ വരാൻ പാടില്ല. അതാണ്. അതേപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, നിങ്ങൾ ഫിസിക്കലി പ്രശ്നങ്ങളൊന്നും ഉള്ള ആളായിരിക്കരുത്, ഫിസിക്കലി ഹാൻഡിക്കേപ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കരുത് ഈ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിന്. കാരണം അത് കൃത്യമായിട്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്കലായിട്ടും നമുക്ക് നല്ല സ്ട്രെങ്ത് ഉള്ള ആളുകൾക്ക്. അത് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഗേൾസ് വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താണ് ജെൻസിന് മാത്രം പറ്റിയൊരു ജോബാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. ഒരിക്കലുമല്ല. കഴിഞ്ഞ തവണ ഒരുപാട് മലയാളികളായിട്ടുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോക്കോ പൈലറ്റ് ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ലേഡി ആയിട്ടുള്ള അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ പിക്ചർ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ. സോ ആ കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. സോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കുറവുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ALP എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇനി തീർച്ചയായിട്ടും B1, B2, C1 ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ITA ട്രേഡുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. ഈ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ITA വേണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് ആർക്ക് ചെയ്യാൻ പറ്റില്ല, എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന് ITA എന്താണ്, മസ്റ്റ് ആണ്. സോ ITA ഉള്ള ആളുകളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വിഷൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ ഈ പറഞ്ഞ B1, B2, C1 ഒക്കെ കാറ്റഗറിയിൽ വരുന്ന ഡിഫറെന്റ് പോസ്റ്റുകൾ. അപ്പൊ ചില പോസ്റ്റിൽ B1 മസ്റ്റ് ആയിരിക്കും, ചില പോസ്റ്റിൽ B2 മതി, ചില പോസ്റ്റിൽ C1 മതി. സോ ആ കാറ്റഗറിയിലൊക്കെ ഉണ്ട്. അപ്പൊ വിഷൻ പ്രശ്നമുള്ള ആളുകൾക്കും എന്തിനു അപ്ലൈ ചെയ്യാം, ടെക്നീഷ്യൻ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. പക്ഷെ ടെക്നീഷ്യൻ പോസ്റ്റ് ആർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ITA കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ.
അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ടും ഒരേ എക്സാം തന്നെ കേട്ടോ. ഇതിന്റെ എക്സാമിലൊന്നും വ്യത്യാസമല്ല, ഞാൻ പറഞ്ഞത് പോസ്റ്റുകളുടെ കാര്യത്തിലാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് എന്ത് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? എഞ്ചിനീയറിംഗ് ഓർ ഡിപ്ലോമ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിന്. അതിൽ തന്നെ 27,000 വേക്കൻസി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് കിട്ടും. ഏജ് ലിമിറ്റ് പറയാന്നുണ്ടെങ്കിൽ 18 മുതൽ 28 വയസ്സ് വരെയാണ്. ഞാൻ അതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കൊണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ഇതിലേക്ക് പോയാൽ മതി. ഇപ്പൊ 18 മുതൽ 28 വയസ്സ് വരെയാണ് ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. SC ST സംബന്ധിച്ചിടത്തോളം 5 വർഷത്തെ ഒരു റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ OBC ആണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറിയിലും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാവുന്നതാണ് ഡിഫറെന്റ് കാറ്റഗറിയിലുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പെക്സ് ഉപയോഗിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന്, ALP ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് ഫെയിൽ ആവുന്ന, അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതിൽ എക്സ് സർവീസ് മാന് ഒരു സ്പെഷ്യൽ കോട്ടയുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക്, എക്സ് സർവീസ് മാൻ ആണെങ്കിൽ സ്പെക്സ് ഉള്ള ആളുകൾക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. അവരുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് ഓൺലി എക്സ് സർവീസ് മാൻ ആണ് കേട്ടോ. വേറെ ഒരാൾക്കും ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്കും ആ ഒരു എക്സംഷൻ വരുന്നില്ല. അത് ഓൺലി ഫോർ എക്സ് സർവീസ് മാൻ ആയിരിക്കും. അത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അല്ലേ. ഈ ഒരു എക്സാമിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ ആദ്യം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ പറയാം. അതിൽ 3 ഫേസ് ആയിട്ടായിരിക്കും എക്സാം വരിക. ഒന്നാമത്തത് CBT 1, രണ്ടാമത്തത് CBT 2, മൂന്നാമത്തത് CBAT എന്നാണ്. അത് എന്താണ്? സൈക്കോമെട്രിക് ടെസ്റ്റ് ആണ് കേട്ടോ. സൈക്കോമെട്രിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെയാണ് നമ്മൾ CBAT എന്ന് പറയുന്നത്. അങ്ങനെ 3 ഫേസ് ആയിട്ടാണ്. അതിനുശേഷം ALP പോസ്റ്റിലേക്കാണെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ ടെസ്റ്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാർക്കൊന്നുള്ള എക്സാം അല്ല കേട്ടോ. അതൊക്കെ എന്താണ്, അതൊക്കെ അതായത് നമ്മളെ ആ ഒരു അതൊന്ന് ചെക്ക് ചെയ്യുന്നു മാത്രം കേട്ടോ. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചെക്കിംഗ് ആയിരിക്കും അവിടെ നടക്കുക. ഇനി നോക്കിയോളൂ, CBT 1 എന്താണ്? CBT 1 എന്ന് പറയുന്നത് 60 മിനിറ്റ് ഉള്ള ഒരു എക്സാം ആയിരിക്കും. അതിൽ നമ്മൾ സാധാരണയായിട്ട് 75 ക്വസ്റ്റ്യൻസ് അതിൽ സാധാരണയായിട്ട് വരാറുള്ളത് എന്താണ്? മാത്തമാറ്റിക്സ്, ജനറൽ അവയർനെസ്, കറണ്ട് അഫയേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഡിസിപ്ലിനിലായിരിക്കും CBT 1 എക്സാം വരിക. അപ്പൊ അതിൽ 75 ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ സാധാരണഗതിയിൽ ഇതിന്റെ കട്ട് ഓഫ് വരിക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പോസ്റ്റ് ആണോ ഉള്ളത് അതിന്റെ 15 ടൈംസ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കട്ട് ഓഫ് ആണ് വെക്കുക. അത് ഓരോ റീജിയനിലും ഡിഫറെന്റ് ആയിരിക്കും. സോ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല. CBT 2 ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അതായത് CBT 2ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ 175 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 175 ക്വസ്റ്റ്യൻസ്. അതിൽ 100 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കലും 75 ക്വസ്റ്റ്യൻ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ 75 ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുണ്ട്. ആ 75 ക്വസ്റ്റ്യന്റെ മാർക്ക് എന്ത് ചെയ്യില്ല? നിങ്ങളുടെ റിസൾട്ടിന് പരിഗണിക്കില്ല. പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 175 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ, 175 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 175 ക്വസ്റ്റ്യനിൽ 75 ക്വസ്റ്റ്യന്റെ മാർക്ക്, അതായത് നിങ്ങളുടെ ട്രേഡിലുള്ള, അതായത് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, ITI ആണെങ്കിൽ ITI, ആ ട്രേഡിലുള്ളത് ഒരിക്കലും എന്ത് ചെയ്യുക? എക്സാമിന് പരിഗണിക്കില്ല. പിന്നെ എന്താണ് ആ എക്സാം കൊണ്ട് ഉദ്ദേശിച്ചത്? ആ 75-ൽ നിങ്ങൾ 35% നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് സ്കോർ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഒന്നാമത്തെ പേപ്പർ, അതായത് CBT 2-ല് ഈ 100 മാർക്ക് വാല്യൂ ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. ഇതിൽ 35% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ പാസ്സായി. എന്നിട്ട് ഈ 100 മാർക്ക്, അതായത് ബാക്കിയുള്ള 100 ഉണ്ടല്ലോ, അതായിരിക്കും റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുക. അതുകൂടാതെ സൈക്കോമെട്രിക് ടെസ്റ്റ്, അതും ടെസ്റ്റുകൾ പാസ്സായതിനു ശേഷം സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടാവും. സൈക്കോമെട്രിക് ടെസ്റ്റ് കൂടി വന്നതിന് ശേഷമായിരിക്കും മെഡിക്കൽ ടെസ്റ്റ് നടക്കുക. സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സ്പീഡും ആക്യുറസിയും മെന്റൽ എബിലിറ്റിയും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. അത് അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതുള്ള, വലിയ പ്രശ്നങ്ങളുള്ള, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഒന്നുമല്ല. അത് എന്താണ്? സ്പീഡ്, ആക്യുറസി, മെന്റൽ എബിലിറ്റീസ്, മൈൻഡ് സ്റ്റോറേജ്, അല്ലെങ്കിൽ മെമ്മറി ട്രിക്സ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റ് ആണ് ഈ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാം. ദെൻ ഫൈനലി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് നിങ്ങൾക്ക് ജോബ് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഇതില് ആദ്യത്തെ ടയർ 1-ല്, അതായത് ടയർ 1-ല് ഞാൻ പറഞ്ഞ സിലബസ് എന്ന് പറയുന്നത് മാത്സ്, ജനറൽ ഇന്റലിജൻസ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ആൻഡ് കറന്റ് അഫയേഴ്സ് ആയിരിക്കും വരിക. 75 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതിൽ മിനിമം ക്വാളിഫൈ മാർക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കട്ട് ഓഫ് വേരി ചെയ്യും കേട്ടോ. ആ കട്ട് ഓഫ് അവിടെ വേരി ചെയ്യും കേട്ടോ. റൈറ്റ്. നെക്സ്റ്റ് CBT 2-ല് ഞാൻ പറഞ്ഞു 100 ക്വസ്റ്റ്യൻസ് എന്താണ്? 100 ക്വസ്റ്റ്യൻസ് നോൺ ടെക്നിക്കൽ ആണ്. അതിന്റെ മാർക്ക് ആയിരിക്കും റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുക. പക്ഷെ റെലവന്റ് ട്രേഡിലുള്ള ഈ 75 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എങ്ങാനും 35% സ്കോർ ചെയ്തില്ലെങ്കിൽ
ഇത് പരിഗണിക്കില്ല. ഈ പരീക്ഷന്റെ മാർക്ക് നിങ്ങൾക്ക് പരിഗണിക്കില്ല. ഇവിടെ നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക് കിട്ടിയാലും ഇവിടെ നിങ്ങൾക്ക് ഒരു 34% കിട്ടുന്നുള്ളെങ്കിൽ നിങ്ങൾ ഫെയിലായി. അപ്പൊ ഇവിടെ 35 വാങ്ങലും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ 35% വാങ്ങുക, എന്നിട്ട് ഫസ്റ്റ് ഈ ഒരു 100 മാർക്കിൽ മാക്സിമം സ്കോർ ചെയ്യുക. അതാണ് സ്ട്രാറ്റജി കേട്ടോ. അപ്പൊ നമ്മൾ എക്സാമിന്റെ സ്ട്രാറ്റജിയും സ്റ്റഡി പ്ലാനും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ എൻട്രിയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു കോഴ്സ് നമ്മൾ വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഒരു പ്രീമിയം ഗോൾഡ് ബാച്ച് നമ്മൾ എൻട്രിയിൽ ഈ വരുന്ന 31-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഫിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാച്ചാണ്. ഇതിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എല്ലാ ടെസ്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും ഓരോ ടെസ്റ്റിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് ഏറ്റവും മികച്ച അധ്യാപകരുടെ നേതൃത്വം മികച്ച ക്ലാസ്സിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിക്കാൻ ഈ ഒരു കോഴ്സിലൂടെ സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ഇത്രയുമാണ് എനിക്ക് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനുള്ളത്. പിന്നെ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയും താഴെയുള്ള ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കറിയാം എൻട്രിയുടെ ടെക്നിക്കൽ ചാനൽ 3 വർഷം പൂർത്തീകരിക്കുന്ന ഭാഗമായിട്ട് മികച്ച ഓഫറിലാണ് കോഴ്സ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഏറ്റവും നല്ല കോഴ്സ് ഓഫറിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ഈ ഒരു ഡിസംബർ 31 ഗോൾഡ് ബാച്ചിൽ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക. Okay, thank you for listening. Have a nice day.